മത്സര പരീക്ഷകളിൽ പിന്നോട്ടോടുന്ന ക്രിസ്ത്യാനികൾ. കേരളത്തിൽ സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ ക്രൈസ്തവർ നാം ഇന്ന് മത്സര പരീക്ഷകളിൽ പിന്നോട്ട് കുതിപ്പ് തുടരുകയാണ്. ഇത്തവണത്തെ UPSC റിസൾട്ട് വന്നപ്പോൾ 958 പേർ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയപ്പോൾ അതിൽ 47 പേർ മലയാളികളായിരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. എന്നാൽ അതിൽ 6 പേർ മാത്രമായിരുന്നു ക്രൈസ്തവർ. കേരളത്തിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം മുന്നിലാണ് എന്ന് കണക്കുകൾ നിരത്തി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ, അതിൽ അഭിമാനം കൊള്ളുന്നവർ, ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ കുട്ടികൾ ഇല്ലാതാവുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഉറക്കെ പറയണം. അഭ്യസ്ത വിദ്യർ സംവരണ കടമ്പകളിൽ തട്ടി താഴെ വീണ് മടുത്തു നിരാശയിൽ രാജ്യം വിടുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് സ്ഥിരതയുള്ള തൊഴിലു തേടി പോവുകയാണിവർ. കേരളത്തിലെ സർക്കാർ ജോലികളും കേന്ദ്രത്തിലെ മറ്റ് മത്സര പരീക്ഷകളും ലക്ഷ്യം വെച്ച് ഇതര വിഭാഗങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ നടത്തുമ്പോൾ ന്യൂനപക്ഷമായിരുന്നിട്ട് പോലും ഇത്തരത്തിലൊന്ന് ഫൊറോന തലത്തിലെങ്കിലും നടപ്പിലാക്കാൻ നമുക്കാവുന്നില്ല. ജനാധിപത്യ സംവിധാനത്തിൽ എണ്ണത്തിൽ ദുർബലരായ വിഭാഗമാണ് ന്യൂനപക്ഷങ്ങളായി പരിഗണിക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷമായിട്ട് പോലും നമുക്ക് അർഹതപ്പെട്ട അംഗീകാരം, അർഹതപ്പെട്ട അവസരങ്ങൾ നേടിയെടുക്കാൻ നമുക്കാവുന്നില്ല എന്നത് കേരളത്തിൽ ക്രൈസ്തവരുടെ എണ്ണം കുറയുന്നു എന്ന ഒരൊറ്റ വിലാപത്തിലൂടെ മാത്രം പരിഹരിക്കാനാവില്ല. ന്യൂനപക്ഷമായിരുന്നിട്ട് കൂടി മത്സര പരീക്ഷകളിലോ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലോ സീറ്റുകൾ പോലും നേടിയെടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുമ്പോൾ, ഒടുവിൽ അവർ എല്ലാം ഉപേക്ഷിച്ച് നാടുവിടുമ്പോൾ നാം ചെയ്യുന്നത് കേരളത്തിൽ ക്രൈസ്തവരുടെ എണ്ണം കുറയുന്നേ എന്ന് വിലപിച്ചു കുത്തിയിരിക്കുകയാണ്. നടപടികളൊന്നുമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പോലും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരള സർക്കാരിന് കീഴിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് ന്യൂനപക്ഷ അംഗങ്ങൾക്കായി പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങാവുന്നതാണ്. ഇത്തരത്തിൽ കേരളത്തിലുള്ള PSC, UPSC, റെയിൽവേ, ബാങ്ക് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായുള്ള 45ഓളം കോച്ചിംഗ് സെന്ററുകൾ ഇതെല്ലാം മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമാണ്. ഇത്തരമൊരു കേന്ദ്രം കുട്ടനാട്ടിൽ തുടങ്ങാൻ ചങ്ങനാശ്ശേരി അതിരൂപത ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ സമീപിച്ചപ്പോൾ അന്നത് നിരുപാധികം അനുമതി നിഷേധിച്ചു എന്നത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടക്കുന്ന ഈ അവസരത്തിലെങ്കിലും നാം മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ക്രൈസ്തവരുടെ വിദ്യാഭ്യാസത്തെ, ക്രൈസ്തവരുടെ മതവിദ്യാഭ്യാസത്തെ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതുകൊണ്ടാണ് കേരള സർവകലാശാലകൾ ഇസ്ലാമിക് സ്റ്റഡി ഫോറങ്ങളും അറബി പഠനത്തിനായുള്ള പ്രത്യേക വിഭാഗങ്ങളും ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ പഠന ശിബിരങ്ങളും ഉണ്ടായിരിക്കുന്നത്. ക്രിസ്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കാനുള്ള സാധ്യതകളോ സുറിയാനി, ലത്തീൻ തുടങ്ങിയ ക്രൈസ്തവ ഭാഷകളുടെ സംരക്ഷണത്തിലുള്ള നിലപാടുകളോ എവിടെയുമില്ല. ഏറ്റവും ഒടുവിലത് അറബിക് സർവകലാശാലയുടെ ആരംഭം കേരളത്തിലുണ്ടാവുകയാണ്. ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഏകപക്ഷീയമായ മതപ്രീണന നയം. അതിന്റെ പരിണിത ഫലം ഇതാണ്. മത്സര പരീക്ഷകളിൽ 47 പേർ കേരളത്തിൽ നിന്നും വിജയിക്കുമ്പോഴും 6 പേർ മാത്രമായി ക്രൈസ്തവർ ചുരുങ്ങും. ഇനിയും അങ്ങനെയാണ് ഈ ശതമാനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സർക്കാർ സംവിധാനത്തിലോ ഉന്നത തസ്തികകളിലോ എല്ലാം ക്രിസ്ത്യാനികൾ അവഗണിക്കപ്പെടുമ്പോൾ, ഇല്ലാതായി മാറുമ്പോൾ, അപ്പോഴും തമ്മിലടിയും കസേര കളിയും കഴിഞ്ഞ് സമുദായത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ അവശേഷിച്ചാൽ നല്ലത്.